ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു? ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിൽ കുറേ സ്പ്ലിറ്റായിട്ടാണ് സിലബസ് കിടക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പാരലോഗ്രാം ലോ നോക്കി. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കിയായിരുന്നു. ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ആദ്യം നോക്കിയത്. ഓക്കെ, സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു. സെക്കൻഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാരലോഗ്രാം ലോ നോക്കി, ലോ ഓഫ് ഇക്വിലിബ്രിയം നോക്കി, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ നോക്കി. ഇത് മൂന്നുമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. ഇനിയിപ്പോൾ നമ്മുടെ സിലബസിൽ ഫസ്റ്റ് പോർഷനിലുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഫ്രീ ബോഡി ഡയഗ്രാം ഒരെണ്ണമുണ്ട്, ലാമിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. നോക്കാം. അങ്ങനെ 7 എണ്ണമാണ് ഉള്ളത്. അപ്പം ബാക്കി നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ ആദ്യം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത് the point of application of a force transmitted along the line of action without changing the effect of the force on any rigid body to which it is applied. അതായത് ഇതൊരു നമ്മളൊരു റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു റിജിഡ് ബോഡി, ആ റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനാണ് ഈ കാണുന്നത്. ഒരു റിജിഡ് ബോഡി, ആ റിജിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനാണിത്. ഇപ്പോൾ കൺസിഡർ എ പോയിന്റ് എ. നമ്മൾ ബോഡിയിൽ ഒരു പോയിന്റ് എ കൺസിഡർ ചെയ്യുന്നു, ആൻഡ് ഒരു ഫോഴ്സ് എഫ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കേട്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ, ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പം വെക്ടർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിലെല്ലാം ഒരു വെക്ടർ ക്വാണ്ടിറ്റി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോ ഇട്ട് വേണം വരയ്ക്കാൻ, കേട്ടോ. ഫിഗറിൽ നമ്മൾ പ്രോബ്ലം എന്ത് ചെയ്താലും വെക്ടർ ക്വാണ്ടിറ്റി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആരോ ഇട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു കൺസിഡർ ആയ പോയിന്റ് എ, ഈ പോയിന്റ് എയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഈ ലൈൻ ഓഫ് ആക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ റിജിഡ് ബോഡിയിൽ തന്നെ വേറൊരു പോയിന്റ് എടുക്കുക, ബി, ഒരു അനദർ പോയിന്റ് ബിയിൽ ഈ സെയിം ലൈൻ ഓഫ് ആക്ഷനിലും ഈ സെയിം റിജിഡ് ബോഡിയിലും ഒരു അനദർ പോയിന്റ് ബി കൺസിഡർ ചെയ്യുക. ആ ബിയിൽ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുക, കണ്ടോ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. ഡയറക്ഷൻ അപ്പുറം ഇപ്പുറം ആയതുകൊണ്ട് ഈ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് 0 ആയി മാറും. അപ്പുറം ഇപ്പുറവും സെയിം ആണ്, അതുകൊണ്ട് അത് ക്യാൻസൽ ആയിപ്പോയി 0 ആയി പോകുമ്പോൾ അപ്പോൾ പോയിന്റ് ബിയിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? ഈ ബോഡിയിൽ നേരത്തെ നമ്മൾ എയിൽ കൊടുത്തിരുന്ന ഈ ഫോഴ്സും ബിയിൽ നിന്ന് എയിലേക്കുള്ള ഈ ഫോഴ്സും റിമൂവ് ചെയ്യുക. ആ 2 ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇത്, ഈ ലാസ്റ്റ് ഫിഗർ. ലാസ്റ്റ് ഫിഗറിൽ അപ്പം ബാക്കി ഉള്ളത് ഈ ബിയിൽ നിന്നും ഈ സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ ഉള്ളൊരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം ഇതായിരുന്നു, അത് ലാസ്റ്റിൽ ഇങ്ങനെയായി. അപ്പം ഈ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി പറയുന്നത് ഇതും ഈ ലാസ്റ്റ് വണ്ണും സെയിം തന്നെ ആയിരിക്കും. അതായത് ഈ റിജിഡ് ബോഡിക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല, ഈ റിജിഡ് ബോഡിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. ഈ ഫോഴ്സ് ഇവിടെ ആയിരുന്നെങ്കിലും ഈ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ വേറൊരു പോയിന്റിൽ ആ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിലും ഈ റിജിഡ് ബോഡിക്ക് ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. അതായത് നെറ്റ് എഫക്റ്റ് സെയിം ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ പേര് തന്നെ നോക്കിയാൽ മതി, ട്രാൻസ്മിസിബിലിറ്റി. ട്രാൻസ്മിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ട്രാൻസ്മിഷൻ എന്താണ്? ട്രാൻസ്മിഷൻ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഇവിടെ തന്നെ ഈ പോയിന്റ് എയിൽ നിന്ന് ഈ നെറ്റ് ഫോഴ്സ് ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ പേര് പോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷനെ പോലെ തന്നെയാണ് ഇതും. എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ?
എൻ്റെ തേർഡ് ലോ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു ബോഡി എപ്പോഴും ഫ്രീ ആയിരിക്കത്തില്ല. അപ്പം നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബോഡി ഈസ് നോട്ട് ഫ്രീ, ഈസ് നോട്ട് ഓൾവേസ് ഫ്രീ ടു മൂവ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും ഈ ബോഡിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നോക്കുക, ഒരു ബോഡി കൺസിഡർ ചെയ്തു, ഇത് എവിടെയെങ്കിലും വെക്കണമല്ലോ. ഇപ്പം ബോഡി ഒരു സർഫസിൽ വെച്ചിരിക്കുകയാണ്. ഇതൊരു ഫിക്സഡ് സർഫസാണ്. ഈ ഫിക്സഡ് സർഫസിൽ വെച്ചിരിക്കുന്ന ഈ ബോഡിക്ക് അപ്വേർഡ് മൂവ് ചെയ്യാം, ഹൊറിസോണ്ടലി റൈറ്റ് മൂവ് ചെയ്യാം, ഹൊറിസോണ്ടലി ലെഫ്റ്റ് മൂവ് ചെയ്യാം. പക്ഷേ ഇത് താഴേക്കുള്ള മൂവ്മെൻറ്റ് പറ്റത്തില്ല. ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ഈ ബോഡി എല്ലാ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യത്തില്ല. അങ്ങനെ ആ കൊടുക്കുന്ന റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ആ ഉള്ള റെസ്ട്രിക്ഷൻ ഓഫ് മോഷനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രെയിൻസ്, ഈ റെസ്ട്രിക്ഷൻ ഓഫ് മോഷനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെസ്ട്രിക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ്. അതായത് എ ബോഡി ഈസ് നോട്ട് ഓൾവേസ് ഫ്രീ ടു മൂവ് ഇൻ ഓൾ ഡയറക്ഷൻ. ദ റെസ്ട്രിക്ഷൻ ടു ദ ഫോഴ്സ് ഓഫ് മോഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ടു ദ ഫ്രീ മോഷൻ ഓഫ് ദ ബോഡി ഈസ് കോൾഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ബോഡി കൺസിഡർ എ ബോഡി, ഒരു ബോഡി എ എന്ന് പറഞ്ഞൊരു ബോഡി കൺസിഡർ ചെയ്യുക. ഈസ് റെസ്റ്റിംഗ് ഓൺ ആൻ ഹൊറിസോണ്ടൽ സർഫസ്. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ റെസ്റ്റ് ചെയ്യുന്നൊരു ബോഡി എടുക്കാം. ഈ ബോഡിക്ക് ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്, W എന്ന് പറഞ്ഞൊരു സെൽഫ് വെയിറ്റ് ഉണ്ട്. ഈ ബോഡിക്ക്, എ എന്ന് പറഞ്ഞ ബോഡിക്ക് W എന്ന് പറഞ്ഞൊരു സെൽഫ് വെയിറ്റ് ഉണ്ട്. ഈ സെൽഫ് വെയിറ്റ് ഈ സർഫസിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെൽഫ് വെയിറ്റ് ഈ സർഫസിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ സെൽഫ് വെയിറ്റ് ഈ ഹൊറിസോണ്ടൽ സർഫസിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ സർഫസ് റെസിസ്റ്റ് ചെയ്യും ഈ വെയിറ്റിനെ അല്ലെങ്കിൽ ഈ ഫോഴ്സിനെ, താഴോട്ട് ഈ ബോഡി കൊടുക്കുന്ന ആക്ഷന് എതിരായിട്ട് ഒരു ഫോഴ്സ് ഈ ഹൊറിസോണ്ടൽ സർഫസും ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ ഹൊറിസോണ്ടൽ സർഫസ് റെസിസ്റ്റ് ദി ആക്ഷൻ ഓഫ് എ ബോഡി ആൻഡ് ഡെവലപ്സ് ആൻ ഈക്വൽ ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. അതാണ് ഈ റെസിസ്റ്റൻസ് ആർ. ബോഡി താഴോട്ട് കൊടുക്കുമ്പം ആ അതേ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഈക്വൽ ഫോഴ്സ് ഈ എന്താണ് ഈ ഹൊറിസോണ്ടൽ സർഫസ് അപ്വേർഡ് കൊടുക്കും, അതായത് ബോഡിക്ക് തന്നെ കൊടുക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആർ. ഇതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സർഫസ് ഈ ബോഡിക്ക് അല്ലെങ്കിൽ ഏതൊരു ഈ ബോഡി റെസ്റ്റ് ചെയ്യുന്ന എവിടെയാണോ അല്ലെങ്കിൽ ആ ബോഡി വേറൊരു ബോഡിയിൽ മുട്ടി ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്നിരുന്നാലും ആ വേറൊരു സംഭവം നമ്മുടെ ഈ ഗിവൺ ബോഡിക്ക് ഓപ്പോസിറ്റ് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എപ്പോഴും റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ അല്ല, റിയാക്ഷൻ. ഓക്കെ, കൊടുക്കുന്ന ഫോഴ്സാണ് റിയാക്ഷൻ. അപ്പോൾ എന്ത് പറയും, ഈ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ബോഡി ടു ദ ഹൊറിസോണ്ടൽ സർഫസ് ഈസ് നോൺ ആസ് ആക്ഷൻ ആൻഡ് ദ ഫോഴ്സ് അപ്ലൈഡ് ടു ദ ബോഡി ബൈ ദ ഹൊറിസോണ്ടൽ സർഫസ് ഈസ് നോൺ ആസ് റിയാക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? സിമ്പിളാണ്. ഇപ്പം നമ്മുടെ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. ഇക്വിലിബ്രിയത്തിലാവാൻ ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരിക്കും? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എപ്പോഴും എന്തായിരിക്കും? റിയാക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇൻ ദ ഗിവൺ ആക്ഷൻ. ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ട് ബോഡി റെസ്റ്റിലിരിക്കാൻ വേണ്ടിയിട്ട് ഈ reaction is always equal to the given action, that is R minus W is equal to 0. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് റൈറ്റ് ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ചിലപ്പോൾ 5 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നോട്ട്സ് ഞാൻ അയച്ചു തരാം, അതും എഴുതണം, ഈ ഫിഗറും വരയ്ക്കണം. കാര്യം ഇത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് ഫ്രീ ഇതാണ് ഇമ്പോർട്ടൻ്റ്. അതായത് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എപ്പോഴും ഫ്രീ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കണം, ഫ്രീ ബോഡി ഡയഗ്രാം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിൽ പറയുമ്പോൾ ആദ്യം ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. കൺസിഡർ എ സിസ്റ്റം. സിസ്റ്റം എന്താ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ബൗണ്ടറിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സാധനമാണ് സിസ്റ്റം. ഇതാണ് ബൗണ്ടറി.
ഓക്കെ, ഇതിനകത്തുള്ള ഇത്രയും പോർഷനാണ് സിസ്റ്റം. വെളിയിലുള്ളത് സറൗണ്ടിങ്സ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ BMEയിൽ പഠിച്ചതാണ്. ഓക്കെ, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇത് റിജിഡാണ്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഈ ഒരു സർഫസാണ് ഇത്. ഇതിനകത്തുള്ള പോർഷനാണ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഇപ്പം നമ്മളൊരു 2 സ്പെറിക്കൽ ബോഡി അസ്യൂം ചെയ്യുക. 2 സ്പെറിക്കൽ ബോഡി അസ്യൂം ചെയ്യുക. ഇത് റൗണ്ട് ഷേപ്പാണ്. നിങ്ങളത് നോട്ടിൽ വരയ്ക്കുമ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കണം കേട്ടോ. ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ ചരിഞ്ഞും പൊളഞ്ഞും പോയെങ്കിലും നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കണം. അപ്പോൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. സിസ്റ്റത്തിൽ 2 സ്പെറിക്കൽ ബോഡിയെ കൺസിഡർ ചെയ്യാം. ഈ സ്പെറിക്കൽ ബോഡിക്ക് ഇതിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ഇതിനൊരു സെൽഫ് വെയിറ്റ് ഉണ്ട്. 2നും ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്. 2 ബോഡിക്കും ഉള്ള സെൽഫ് വെയിറ്റ് W1 W2. ഇനി ഈ ബോഡി കോണ്ടാക്റ്റ് ആവുന്ന സർഫസിലെല്ലാം ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. നമ്മൾ ആക്ഷൻ റിയാക്ഷൻ പറഞ്ഞാണ്. ഈ ബോഡി കോണ്ടാക്റ്റ് ആവുന്ന സർഫസുകളിലെല്ലാം ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ കോണ്ടാക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഫോഴ്സാണ് ഉള്ളത്. ഈ R1 എന്ന് വിളിക്കുക. ഇവിടെ R1 ഉണ്ട്. നെക്സ്റ്റ് മുട്ടുന്ന ഇവിടെയാണ്. അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു R2 ഉണ്ട്. പിന്നെ നെക്സ്റ്റ് മുട്ടുന്നത് ഇവിടെയാണ്. അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും R3 ഉണ്ട്. പിന്നെ ലാസ്റ്റ് മുട്ടുന്നത് ഇവിടെയാണ്. അവിടെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് R4 ഉണ്ട്. ഇത്രയും ഫോഴ്സാണുള്ളത്. ഇപ്പം നമ്മൾ ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഈ കിട്ടിയിരിക്കുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ സ്പേസ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. സ്പേസ് ഡയഗ്രാം. അപ്പം ഇത് എ സ്കെച്ച് ഷോയിങ് ദ ഫിസിക്കൽ സിറ്റുവേഷൻ ഓഫ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ ബോഡീസ് ഈസ് കോൾഡ് എ സ്പേസ് ഡയഗ്രാം. അതൊരു സ്കെച്ച്, ഒരു സിസ്റ്റത്തിലുള്ള സെവറൽ ബോഡീസിൻ്റെ കണ്ടീഷനെ സൂചിപ്പിക്കുന്ന ഡയഗ്രാമാണ് സ്കെച്ച് ഡയഗ്രാം. ഇനി നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് പറയാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ സിസ്റ്റം ഒരു ഇക്വിലിബ്രിയം അസ്യൂം ചെയ്യുക. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവാൻ വേണ്ടിയിട്ട് ഈ ഇപ്പോൾ 2 ബോഡിയാണല്ലോ ഇവിടെ സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റം ഇക്വിലിബ്രിയം ആവാൻ വേണ്ടി ഈ 2 ബോഡിയെയും ഇൻഡിവിജ്വലായിട്ട്, അതായത് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പം ആ ബോഡിയും, അതായത് സെപ്പറേറ്റ് ബോഡീസും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതായത് ഈ ഫുൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ ബോഡി സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബോഡിയെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുക. സെപ്പറേറ്റ് കൺസിഡർ, ഇത് ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡി കൺസിഡർ ചെയ്തു. ഇനി ഇതിൻ്റെ ഫോഴ്സ് നമ്മൾ സെപ്പറേറ്റ് കാണിച്ചാൽ മതി. ഇതുപോലെ തന്നെ എങ്ങനെയുണ്ട്, W2 ഉണ്ട്. ഈ ബോഡിക്ക് ഇങ്ങോട്ടൊരു R3 ഉണ്ട്. ബോഡിക്ക് ഇങ്ങോട്ടൊരു R4 ഉണ്ട്. ഇങ്ങോട്ടൊരു R2 ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു R2 ഉണ്ട്. സെൽഫ് വെയിറ്റ് W1, ഇങ്ങോട്ടൊരു R1. ഇത്രയാണുള്ളത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചല്ലോ. ഈ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ആഫ്റ്റർ ഐസൊലേറ്റിംഗ് ദ ബോഡി, all the applied force on the body, self weight of the body and the reactions at the point of contact with other supporting bodies are shown separated by force vectors. അതായത് ബോഡി സെപ്പറേറ്റ് കാണിക്കുമ്പോൾ ഇതിൻ്റെ സെൽഫ് വെയിറ്റും റിയാക്ഷനും അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതിനെയാണ് ഫോഴ്സ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന വെക്ടറിൻ്റെ പേരാണ് ഫോഴ്സ് വെക്ടേഴ്സ്. ഇതെല്ലാം ഫോഴ്സ് വെക്ടേഴ്സാണ്. അതായത് ആഫ്റ്റർ ഐസൊലേറ്റിംഗ് ദ ബോഡി, സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം, all the applied force on the body, self weight and reactions at the point of contact with other supporting bodies are shown by force vectors. ഇങ്ങനെ കാണിക്കുന്ന ഫിഗറിനെയാണ് അല്ലെങ്കിൽ ഡയഗ്രത്തിനെയാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് ഈ സ്പേസ് ഡയഗ്രത്തിൽ നിന്ന് ബോഡി എല്ലാം ഫ്രീ ആയിട്ട്, അതായത് സെപ്പറേറ്റ് ആക്കി വരച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് സ്കെച്ച് ഇൻ വിച്ച് ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം ഇറ്റ്സ് സപ്പോർട്ട്സ് ആൻഡ് ഇൻ വിച്ച് ഓൾ ദ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഇറ്റ് ആർ ഷോൺ ബൈ
force vectors is called a free body diagram. That is a sketch in which the body is completely isolated from its surroundings and in which all the forces acting on it are shown by separate force vectors is called free body diagram. Okay, മനസ്സിലായല്ലോ? ഞാൻ ഇതിൻ്റെ നോട്ട്സ് അയച്ചു തരാം, അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലോ ഓഫ് ഇക്വിലിബ്രിയം നോക്കിയായിരുന്നു. ലോ ഓഫ് ഇക്വിലിബ്രിയം എഴുതിയത് ഓർമ്മയില്ലേ? ഇതാണ് ലോ ഓഫ് ഇക്വിലിബ്രിയം ഉള്ളത്. ഇത് ലോ ഓഫ് ഇക്വിലിബ്രിയം ഓഫ് 2 ഫോഴ്സ് ബോഡിയാണ്. അതായത് 2 ഫോഴ്സ് മാത്രമുള്ള അല്ലെങ്കിൽ 2 ഡയറക്ഷനിലെ ഫോഴ്സ് മാത്രമുള്ള ബോഡിയുടെ ആയിരുന്നു ഈ ലോ ഓഫ് ഇക്വിലിബ്രിയം എഴുതിയത്. ലോ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് അലോൺ എക്സ് ആക്സിസ് ആൻഡ് സം ഓഫ് ഫോഴ്സ് ആക്ടിങ് അലോൺ ദ വൈ ആക്സിസ്. സിഗ്മ എഫ് എക്സും സിഗ്മ വൈയും 0 ആയിരിക്കാം. അതാണ് ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് മൊമെന്റ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി അബൌട്ട് എനി പോയിന്റ് ഈസ് 0. അതായിരുന്നു സെക്കൻഡ് കണ്ടീഷൻ. ഇനി നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് ഇക്വിലിബ്രിയം ഓഫ് 3 ഫോഴ്സ് ബോഡിയാണ്. അതായത് 3 ഫോഴ്സ് ഉള്ള ബോഡിയുടെ ലോ ഓഫ് ഇക്വിലിബ്രിയം ആണ് പറയാൻ പോകുന്നത്. അതായത് നോക്ക്, ഒരു റിജിഡ് ബോഡി അസ്യൂം ചെയ്തു. അതിൽ 3 ഫോഴ്സ് ഉണ്ട്, F1, F2 ആൻഡ് F3. 3 ഫോഴ്സ് ഉണ്ട്. ഒരു റിജിഡ് ബോഡി F1, F2 ആൻഡ് F3. ഈ 3 ഫോഴ്സും കൺകറൻറ്റ് ഫോഴ്സസ് ആയിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കണം ഈ 3 ഫോഴ്സും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കണം ഈ 3. അതായത് ഫോർ എ 3 ഫോഴ്സ് ബോഡി ടു ബി ഇൻ ഇക്വിലിബ്രിയം ഓൾ ദ ഫോഴ്സസ് മസ്റ്റ് ബി കൺകറൻറ്റ് ഫോഴ്സസ്. അതായത് ഇക്വിലിബ്രിയം ആണെങ്കിൽ എല്ലാ ഫോഴ്സും കൺകറൻറ്റ് ഫോഴ്സസ് ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് ഷുഡ് മീറ്റ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. ഈ 3 ഫോഴ്സും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണമെന്നല്ല, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ്. ഇപ്പോൾ ഈ ഫോഴ്സ് ഇവിടെ, ഈ ഫോഴ്സ് ഇവിടെ, ഈ ഫോഴ്സ് ഇവിടെ, എന്നാലും കൺകറൻ്റ് ആണ്. കാരണം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻസ് എല്ലാം ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യും, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതിനെയാണ് കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ലൈൻ ഓഫ് ആക്ഷൻ മസ്റ്റ് മീറ്റ് അറ്റ് എ പോയിന്റ്. ഓക്കെ, ഇപ്പോൾ 3 ഫോഴ്സ് ബോഡി എടുക്കുക. ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഓൾ ദ ഫോഴ്സ് മസ്റ്റ് ബി കൺകറൻറ്റ്. ഇതാണ് 3 ബോഡി ഫോഴ്സിൻ്റെ ലോ ഓഫ് ഇക്വിലിബ്രിയം പറയുന്നത്. ഇവിടെയും സിഗ്മ എഫ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സിഗ്മ എഫ് 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ലാമിസ് തിയറം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ലാമിസ് തിയറം ചിലപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, പ്രൂഫുണ്ട്. ചെറുതാണ്, പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലാമിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ആദ്യം നോക്കാം. ലാമിസ് തിയറം it states that if 3 forces acting at a point are in equilibrium, then each force is proportional to the sine of angle between the other 2 forces. Definition ഒന്നുകൂടെ നോക്കുക. It states that if 3 forces acting at a point are in equilibrium, then each force is proportional to the sine of angle between other 2 forces. പറയുന്നത് ഇഫ് ഏതെങ്കിലും 3 ഫോഴ്സ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എല്ലാ ഫോഴ്സും അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈൻ ആംഗിളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്പോൾ അത് എൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ നോക്കൂ. ഇഫ് 3 ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ ഇൻ ഇക്വിലിബ്രിയം ആണെങ്കിൽ then each force is proportional to the sine of angle between other 2 forces. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കണ്ട പോലെ 3 ഫോഴ്സ് കൺസിഡർ ചെയ്യുക. ഇക്വിലിബ്രിയത്തിലുള്ള F1, F2 ആൻഡ് F3 കൺസിഡർ ചെയ്തല്ലോ. ഇനി ഈ ഓരോ ഫോഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ, ഓരോ ഫോഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ, F1ൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നു. F2ന് ഓപ്പോസിറ്റുള്ള ആംഗിളിനെ ബീറ്റ എന്നും F3ക്ക് ഓപ്പോസിറ്റുള്ളത് ഗാമ എന്ന് കൺസിഡർ ചെയ്യുന്നു. F1, F2 ആൻഡ് F3 പേര് ക്ലിയർ ആണല്ലോ.
ഇനി എക്സ്പ്ലനേഷൻ നോക്കാം. കൺസിഡർ 3 forces F1, F2 and F3 acting at a point. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സ് F1, F2. ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F2 ബി അല്ല F1, F2ൻ്റെ ആംഗിൾ ഗാമയാണ്. F1, F3 ബീറ്റയും ആൻഡ് F2, F3 ആൽഫയും. F1 ആൻഡ് F2 ആൻഡ് F3 ഓക്കെ സോറി ഓക്കെ F1 ആൻഡ് F2 കറക്റ്റായിരുന്നു, സോറി. Angle between F1 and F2 be gamma, F1, F3 be beta and F2 and F3 be alpha. മനസ്സിലായല്ലോ. ദെൻ ലാമിസ് തിയറം എന്താണ് പറയുന്നത്? ലാമിസ് തിയറം നോക്ക്. എന്താണ് ഈ ഒരു ഏത് ഫോഴ്സ് ആണോ അത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ദാറ്റ് ഫോഴ്സ്. അതായത് F1 ആണെങ്കിൽ അത് പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? സൈൻ ആൽഫ. F2 ആണെങ്കിൽ ലാമിസ് തിയറം പറയുന്നത് F2 ഈസ് പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് സൈൻ ബീറ്റ. F3 ആണെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു അതിന് ഓപ്പോസിറ്റ് ഉള്ളത് സൈൻ ഗാമ. ഇത് മൂന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിനൊരു ചെറിയ പ്രൂഫുണ്ട്, അത് നോക്കാം. F1 is proportional to sin alpha, F2 is proportional to sin beta and F3 is proportional to sin gamma. ഇനി പറയുന്നത് F1, F2, F3 ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ലാമിസ് തിയറം നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. F1 by sin alpha is equal to F2 by sin beta is equal to F3 by sin gamma. F1 by sin alpha is equal to F2 by sin beta is equal to F3 by sin gamma. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഈ മേളിലുള്ള ഫോഴ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആയിരിക്കണം അതിൻ്റെ താഴെ വരേണ്ടത്. മേളിലുള്ള ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് താഴെ വരേണ്ടത്. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ വിചാരിച്ചോണം. ആംഗിൾ മാറിപ്പോയി പ്രോബ്ലം ചെയ്താൽ തെറ്റിപ്പോവും. മേളിൽ കിടക്കുന്ന ഏത് ഫോഴ്സാണോ അതിന് കറക്റ്റ് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് താഴെ വരേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ ചെറിയൊരു പ്രൂഫുണ്ട്, അത് നോക്കാം എങ്ങനെയാണ് ഇതെന്ന് എഴുതാൻ വേണ്ടി. നമ്മൾ 3 ഫോഴ്സ് F1, F2 ആൻഡ് F3 കൺസിഡർ ചെയ്യാം. 3 ഫോഴ്സസ് F1, F2 ആൻഡ് F3 act at a point are in equilibrium. Then these forces can be represented by the sides of a triangle. അതായത് 3 ഫോഴ്സ് F1, F2, F3 ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ഫോഴ്സിനെ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. O A B എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ആൻഡ് അതിൽ 3 ഫോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ഫോഴ്സ് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ വെക്ടർ. ഫോഴ്സ് F1, രണ്ടാമത്തെ ഫോഴ്സ് F2 ആൻഡ് മൂന്നാമത്തെ ഫോഴ്സ് F3. 3 ഫോഴ്സ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഇതിന് ഉള്ള ആംഗിൾ നോക്ക്. ഈ പോർഷനിലുള്ള ആംഗിളാണ് ഗാമ, ഇവിടെയുള്ള ആംഗിളാണ് ബീറ്റ, ഇവിടെയുള്ള ആംഗിളാണ് ആൽഫ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് സൈൻ റൂൾ അപ്ലൈ ചെയ്യാണ്. സൈൻ റൂൾ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡയറക്ഷൻ ഫസ്റ്റ് വൺ നോക്ക്, ഇതൊന്നും എഴുതാം. OA ബൈ താഴെ എന്ത് വരും? OA ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാണ്? OA. ഓക്കെ, സൈൻ 180 മൈനസ് ആൽഫ. ഓക്കെ, AB ആണെങ്കിൽ ബൈ സൈൻ 180 മൈനസ് ബീറ്റ. അടുത്തത് ബിയോ ആണെങ്കിൽ സൈൻ 180 മൈനസ് ഗാമ. ഇതാണ് സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മുടെ സൈൻ 180 മൈനസ് തീറ്റ എന്താണ്? സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെ ആയിരിക്കും. അറിയാമല്ലോ, സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? OA1 ഇങ്ങോട്ട് എഴുതാം. OA ബൈ സൈൻ ആൽഫ, AB ബൈ സൈൻ ബീറ്റ
BO ബൈ സൈൻ ഗാമ എന്ന് കിട്ടും. ഇങ്ങനെ 3 കിട്ടും. ഇനി OA എന്താ നോക്ക്. OA എന്ന് പറയുന്നത് ഫോഴ്സ് F1 ആണ്. ഓക്കെ. ഇനി AB എന്താ? AB എന്ന് പറഞ്ഞാൽ ഫോഴ്സ് F2 ആണ്. ഇനി BO എന്താ? ഫോഴ്സ് F3 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതന്നെയാണ് ലാമിസ് തിയറം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആംഗിൾ സൈൻ ഓഫ് ആംഗിൾ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഫോഴ്സ് ആണ് ലാമിസ് തിയറം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ തിയറി പോർഷൻ, ഫസ്റ്റ് പാർട്ടിൻ്റെ തിയറി പോർഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബേസ് ചെയ്ത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇനിയും ലാമിസ് തിയറത്തിൻ്റെ ബേസ് ചെയ്ത് പ്രോബ്ലം ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പം പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ.